അസാധ്യമാണെന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും സാധ്യമാക്കാൻ കഴിയുന്ന അതീവ ശക്തിയേറിയ ഒരു ദേവീ മന്ത്രമാണ് ഇന്ന് നാം മനസ്സിലാക്കുന്നത്. നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അസാധ്യമെന്നാൽ നമ്മൾ പലതവണ ശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യങ്ങളും ജാതകത്തിലെ പലവിധ ദോഷങ്ങളും എല്ലാവിധ തടസ്സങ്ങളും മാറി എല്ലാവിധ വിജയവും കൈവരിക്കുവാൻ കഴിയുന്ന ശക്തിയാർന്ന ഒരു മന്ത്രമാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത്. ക്ഷിപ്രപ്രസാദിയായ രക്തചാമുണ്ഡി മന്ത്രമാണ് ഇന്ന് നാം മനസ്സിലാക്കുന്നത്. എല്ലാവിധ ആപത്തിൽ നിന്നും രക്ഷിക്കുവാനും ഭയം, ദാരിദ്ര്യം എന്നിവ മാറുവാനും ഈ ദേവതാമന്ത്രം ജപിച്ചു വരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ശത്രു നാശവും ഈ മന്ത്രജപത്തിലൂടെ സാധിക്കുന്നു. മാറാ രോഗങ്ങൾ പോലും ഈ മന്ത്രജപത്തിലൂടെ മാറുവാൻ സഹായിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ മന്ത്രം വശീകരണത്തിനും ഉപയോഗിക്കാവുന്നതാണ്. മന്ത്രം പരിചയപ്പെട്ടതിനു ശേഷം മന്ത്രത്തിന്റെ പ്രയോഗവിധി കൂടി നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ഈ കാണുന്ന മന്ത്രമാണ് രക്തചാമുണ്ഡി മന്ത്രം. ഓം ഹ്രീം രം രക്തചാമുണ്ഡി ദുഷ്ടനിഗ്രഹേ സർവകാര്യപ്രധായിനി ഹുത ഹുത ഹന ഹന തപ തപ ഫട് സ്വഹാം. ഓം ഹ്രീം രം രക്തചാമുണ്ഡി ദുഷ്ടനിഗ്രഹേ സർവകാര്യപ്രധായിനി ഹുത ഹുത ഹന ഹന തപ തപ ഫട് സ്വഹാം. ഇങ്ങനെയാണ് മന്ത്രം ഉരുവിടേണ്ടത്. നിങ്ങളുടെ എല്ലാവിധ ആഗ്രഹ സാധ്യങ്ങളും എല്ലാവിധ സൗഭാഗ്യങ്ങളും മന്ത്രം ഉരുവിടുമ്പോൾ തന്നെ ദേവി നമുക്ക് സാധിച്ചു തരുന്നു. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സാധിച്ചു തരുവാൻ ഈ മന്ത്രം കൊണ്ട് കഴിയുന്നതാണ്. 108 ഉരുവാണ് മന്ത്രം ജപിക്കേണ്ടത്. രാവിലെയോ വൈകിട്ടുള്ള സന്ധ്യാവന്തന വേളയിലോ രാത്രി കാലങ്ങളിലോ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. രാവിലെ ജപിക്കുമ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞിരുന്നും വൈകിട്ടുള്ള സന്ധ്യാവന്തന വേളയിൽ ജപിക്കുമ്പോൾ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്നും വേണം മന്ത്രജപം നടത്തുവാൻ. ഈ മന്ത്രത്തിന്റെ രഹസ്യ പ്രയോഗവിധി കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. വശീകരണത്തിനാണ് നിങ്ങൾ ഈ മന്ത്രജപം നടത്തുന്നുവെങ്കിൽ ദേവിയെ ചുവന്ന നിറത്തിൽ സങ്കല്പിച്ച് 108 ഒരു മന്ത്രജപം നടത്തുക. വശീകരിക്കേണ്ട ആളുകളുടെ പേരോ നാളോ അറിയാമെങ്കിൽ അത് പറയുകയും വേണം. പച്ചമഞ്ഞൾ അരച്ച് അതിൽ നിങ്ങൾ 108 ഉരു ഈ മന്ത്രം ജപിച്ച് തിലകമായി തൊട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് വശസിദ്ധി കൈവരുന്നതാണ്. ശത്രു ശല്യത്തിനാണ് നിങ്ങൾ മന്ത്രജപം നടത്തുന്നതെങ്കിൽ കറുത്ത ചരടിൽ 108 ഉരു ഈ മന്ത്രം ജപിച്ച് നിങ്ങളുടെ അരയിൽ കെട്ടാവുന്നതാണ്. എന്നാൽ ശത്രുക്കൾ ഇല്ലാതായി പോകുന്നു. കുളിച്ച് ശുദ്ധമായി വേണം മന്ത്രജപം നടത്തുവാൻ. നല്ല വിശ്വാസത്തോടുകൂടി നിങ്ങൾ മന്ത്രജപം നടത്തിയാൽ നിങ്ങളിൽ എത്രയും പെട്ടെന്ന് തന്നെ ദേവി അനുഗ്രഹം നിങ്ങളിൽ ഉണ്ടാകുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അടിക്കുകയും കമൻറ്റുകൾ രേഖപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.